അപ്പൊ രാവിലെ ഒരു ചീര തോരനാണ് ഉണ്ടാക്കുന്നത്. പയറോ പരിപ്പോ ഒന്നും കൂടെ ഇട്ടിട്ടില്ല. തേങ്ങയും മഞ്ഞളും കൂടെ ഒന്ന് ഒതുക്കി എടുത്തിട്ട് ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടെ വഴറ്റി ചീരയും കൂടെ ചേർത്തിട്ട് വേവിച്ചെടുക്കാം. ഇടുമ്പോൾ ചട്ടി നിറച്ചുണ്ടാവുമെങ്കിലും വെന്ത് വരുമ്പോഴേക്കും കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ തേങ്ങ പൊട്ടിച്ചപ്പോൾ നല്ല പുളിപ്പായിരുന്നു കേട്ടോ. അതിന്റെ എക്സ്പ്രഷൻ ആയിരുന്നു ആദ്യം കണ്ടത്. പിന്നെ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്നത് കടലയാണ്, പുട്ടും കടലയാണ് കേട്ടോ രാവിലെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചീരത ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം, അടിയിൽ പിടിക്കാതിരിക്കാൻ. പിന്നെ അവധിയാണെങ്കിലും ക്ലാസ് ഉണ്ടെങ്കിലും എന്തായാലും രാവിലെ കിച്ചണിൽ നല്ല തിരക്കായിരിക്കുമല്ലോ. കടല വേഗം തന്നെ താളിച്ചെടുക്കാവേ. അപ്പോൾ കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് മൂപ്പിച്ചിട്ട് പൊടികളെല്ലാം കൂടി ഇട്ട് മൂപ്പിക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇത്രയാണ് കേട്ടോ നമ്മൾ ചേർക്കാറ്. പിന്നെ കടലയും കൂടെ ഒഴിച്ച സമയത്ത് പിള്ളേരാരോ വന്ന് ക്യാമറ തിരിച്ചു വെച്ചിട്ടോ. പിന്നെ കുറച്ച് തേങ്ങയും കുറച്ച് കടലയും കൂടെ അരച്ചൊഴിച്ചിട്ടുണ്ട്. പിന്നെ അതെല്ലാം കൂടെ നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വരുമ്പോഴേക്കും കറി സെറ്റാവും. പിന്നെ ഒരു കറി വെക്കുന്നത് കടച്ചക്കയാണ് കേട്ടോ. ഞങ്ങൾ കടച്ചക്ക എന്നാണ് പറയുന്നത്, ശീമച്ചക്ക എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. ഓരോ നാട്ടിലും ഓരോരോ പേരുകളല്ലേ. ഇന്ന് വറുത്തരച്ചിട്ടാണ് അത് കറി വെക്കുന്നത്. അപ്പൊ തേങ്ങ, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയാണ് കേട്ടോ മൂപ്പിച്ചെടുക്കുന്നത്. ഈ സമയത്ത് പുട്ടിനുള്ള മാവും കൂടെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കടലക്കറി ചട്ടിയോടുകൂടെ തന്നെ ഞാൻ ടേബിളിലേക്ക് കൊണ്ട് വെക്കുകയാണ്. പിന്നെ തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കാം. ഈ സമയത്ത് പിന്നെ അമ്മയെ അത് ഏൽപ്പിച്ചിട്ട് ഞാൻ പുട്ടുണ്ടാക്കാനായിട്ട് മാറിട്ടോ. പുട്ടെല്ലാം വെന്ത് വന്നപ്പോഴേക്കും തേങ്ങയും വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പൊടികളെല്ലാം ചേർക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ആണ് ചേർക്കുന്നത് കേട്ടോ. അപ്പൊ അതെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാൻ തണുക്കാനായിട്ട്. എന്നിട്ട് അതേ ചട്ടി തന്നെയാണ് കേട്ടോ തുടച്ചിട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാമേ. അത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കടച്ചക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും ഉപ്പും എല്ലാം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇവിടെ മുറ്റത്ത് കറിവേപ്പില ഉള്ളത് കൊണ്ട് ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ അതെല്ലാം കൂടെ ഇളക്കി അടച്ചു വെച്ചിട്ട് വേവാൻ വെക്കാം. ഈ സമയത്ത് തന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് നന്നായിട്ട് വെന്ത് വരുമ്പോഴേക്കും വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ എല്ലാം നന്നായിട്ട് അരച്ച് ചേർക്കാം. അധികം വെള്ളമൊന്നും ചേർക്കുന്നില്ലേ. പിന്നെ അത് അടച്ചു വെച്ചിട്ട് ഒന്ന് കുറുകാൻ വേണ്ടി വെക്കാം. ആ സമയത്ത് കഴിക്കാനിരിക്കുകയാണ്. അപ്പം വേഗം തന്നെ ഞാൻ ചായയൊക്കെ എടുത്തിട്ടുണ്ട്. കോഫിയാണ് എടുത്തത് കേട്ടോ. സാധാരണ കടലക്കറിയൊക്കെ കൂട്ടി മോൻ കഴിക്കുന്നതാണ് കേട്ടോ. ഇന്ന് ഓരോരുത്തർക്കും ഓരോരോ നിർബന്ധമാണ്. മോക്ക് കറി വേണ്ട, പഞ്ചസാര മതി. മോനാണെങ്കിൽ ഇത് ഇളക്കാൻ പറ്റുന്നില്ല, ചൂടാണ്, അങ്ങനെയൊക്കെ പരാതിയായിരുന്നു കേട്ടോ. പിന്നെ ഒരു വിധത്തിൽ ഓരോരുത്തരെയൊക്കെ കഴിപ്പിച്ചിട്ട് വന്നപ്പോഴേക്കും ഇതാ കറി റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതാ തൈരും കൊണ്ടും കൂടെ ഒരു കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ കടുക് പൊട്ടിച്ച് ജീരകം, ഉലുവ, വെളുത്തുള്ളി, ഇഞ്ചി ഇത്രയും കൂടെ നന്നായിട്ട് മൂപ്പിക്കുന്നുണ്ട് എണ്ണയിലിട്ടിട്ട്. പിന്നെ വറ്റൽമുളക്, കറിവേപ്പില എല്ലാം ഇട്ട് കൊടുക്കാം. അതെല്ലാം മൂത്ത് വരുമ്പോഴേക്കും ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ചെറിയ ഉള്ളിക്ക് പകരം ഇന്ന് സവാളയാണ് കേട്ടോ ചേർത്തത്. പിന്നെ തക്കാളി പഴവും കൂടി ഇടുന്നുണ്ട്. അതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കാം. വെന്തൊടയൊന്നും വേണ്ട. അതിന് മുന്നേ തന്നെ അടിച്ചു വെച്ചിരിക്കുന്ന തൈര് ഒഴിക്കാം. മിക്സിയിലിട്ട് അടിക്കുകയൊന്നും വേണ്ട. പിന്നെ ലാസ്റ്റ് ആയിട്ട് ഒരു ഇത്തിരി കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാവേ.